പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടഡ് കാറ്റഗറി 3 സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട സിലബസ് അധിഷ്ഠിത ക്ലാസ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ജൈന മതത്തെയും ബുദ്ധമതത്തെയും കുറിച്ചിട്ട് നോക്കാം. ഋഗ്വേദ കാലത്തെ ലളിതമായ മതം പിൽക്കാല വേദയുഗമായപ്പോഴേക്കും സങ്കീർണമാക്കപ്പെട്ടു. മതാചാരങ്ങൾ അനുഷ്ഠിക്കുക എന്നത് ഒരു ചിലവേറിയതായിട്ട് മാറി. സംസ്കൃതം പഠിക്കാനുള്ള അവകാശം ബ്രാഹ്മണർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മതം എന്ന് പറഞ്ഞാൽ മനുഷ്യന് മനസ്സിലാകാത്ത ഒന്നായിട്ട് മാറി. അപ്പോൾ അക്കാലത്ത് നീലമുഴുന്നതിനും മറ്റും മൃഗങ്ങളെ ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ ബ്രാഹ്മണ പുരോഹിതന്മാർ പൂജാവിധികളുടെ ഭാഗമായിട്ട് മൃഗബലി നടത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ സാഹചര്യത്തിനനുസൃതമായ രണ്ട് മതങ്ങളാണ് പിൻകാലത്ത് നമ്മൾ കാണുന്നത്, ജൈന മതവും ബുദ്ധമതവും. ജനങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് പുതിയ മതങ്ങൾ രൂപം കൊണ്ടത്. അപ്പം നമുക്ക് ജൈനമതത്തെയും ബുദ്ധമതത്തെയും കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ നോക്കാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട്. ഒന്നാം ബുദ്ധമത സമ്മേളനത്തിൽ രക്ഷാധികാരിയായിരുന്നത് ആരായിരുന്നു? അജാതശത്രുവാണ് ഒന്നാം ബുദ്ധമത സമ്മേളനത്തിൽ രക്ഷാധികാരി ആയിരുന്നത്. ബുദ്ധൻ്റെ ആദ്യ മതപ്രഭാഷണം ഏതു പേരിൽ അറിയപ്പെടുന്നു? ധർമ്മചക്രപ്രവർത്തനം. ബുദ്ധൻ്റെ ആദ്യ മതപ്രഭാഷണം ധർമ്മചക്രപ്രവർത്തനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചന്ദ്രഗുപ്ത മൗര്യനെ ജൈനമതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയത് ഭദ്രഭാവു. ചന്ദ്രഗുപ്ത മൗര്യനെ ജൈനമതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയത് ഭദ്രഭാവു. ബുദ്ധമതത്തിൻ്റെ ഏതു വിഭാഗത്തെയാണ് കനിഷ്കൻ പ്രോത്സാഹിപ്പിച്ചത്? മഹായാനം. അപ്പോൾ മഹായാനം ഉണ്ട്, ഹീനയാനോ, രണ്ട് വിഭാഗങ്ങളാണ്. അതിൽ കനിഷ്കൻ പ്രോത്സാഹിപ്പിച്ച ബുദ്ധമതമാണ് മഹായാനം. അശോകൻ പ്രോത്സാഹിപ്പിച്ച ബുദ്ധമതം ഹീനയാനം. ഇനി അടുത്ത് നമുക്ക് ബുദ്ധമതത്തെക്കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ നോക്കാം. ബുദ്ധമതത്തിൻ്റെ സ്ഥാപകൻ ശ്രീബുദ്ധൻ. ശ്രീബുദ്ധനായിരുന്നു ബുദ്ധമതത്തിൻ്റെ സ്ഥാപകൻ. അദ്ദേഹം നേപ്പാളിലെ കപിലവസ്തുവിലുള്ള ലുംബിനി ഗ്രാമത്തിലാണ് ജനിച്ചത്. ശ്രീബുദ്ധൻ്റെ ബാല്യകാല പേര് സിദ്ധാർത്ഥൻ. ശാക്യമുനിയെന്നും താതഗതൻ എന്നും അറിയപ്പെടുന്നത് ശ്രീബുദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവ് മായാദേവി പ്രജാപ്തി ഗൗതമി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വളർത്തമ്മ. അപ്പോൾ ശാക്യമുനിയെന്നും താതഗതൻ എന്നും അറിയപ്പെടുന്ന ശ്രീബുദ്ധൻ്റെ ബാല്യകാലനാമം സിദ്ധാർത്ഥൻ എന്നായിരുന്നു. മനുഷ്യൻ്റെ ദുഃഖപൂർണമായ ജീവിതത്തിന് ഒരു ശാശ്വത പരിഹാരം കാണുക എന്ന ഉദ്ദേശത്തോടെ 29ാമത്തെ വയസ്സിൽ ഗൗതമ ബുദ്ധൻ വീട് വിട്ടിറങ്ങി. അദ്ദേഹം ചന്ന എന്ന തേരാളിയുടെ സഹായത്തോടെ കാന്തക എന്ന കുതിരയിലാണ് അദ്ദേഹം നാടുവിട്ടത്. അപ്പോൾ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, കാന്തക എന്ന കുതിരയിലാണ് ശ്രീബുദ്ധൻ നാടുവിട്ടത് ചന്ന എന്ന തേരാളിയുടെ സഹായത്തോടെ. ബുദ്ധൻ്റെ നാടുവിടൽ അറിയപ്പെടുന്നത് മഹാപരിത്യാഗം. ബുദ്ധൻ്റെ നാടുവിടൽ അറിയപ്പെടുന്നത് മഹാപരിത്യാഗം അല്ലെങ്കിൽ മഹാനിഷ്ക്രമണ എന്നൊക്കെയാണ്. ഗൗതമ ബുദ്ധന് ബോധോദയം ഉണ്ടായത് 35ാമത്തെ വയസ്സിൽ ബീഹാറിലെ ഗയയിലുള്ള ബോധിവൃക്ഷ ചുവട്ടിൽ വെച്ച്. 35ാമത്തെ വയസ്സിൽ ബീഹാറിലെ ഗയയിലുള്ള ബോധിവൃക്ഷ ചുവട്ടിൽ വെച്ചാണ് ഗൗതമ ബുദ്ധന് ബോധോദയം ഉണ്ടായത്. അന്നു മുതലാണ് ശ്രീബുദ്ധൻ എന്നറിയപ്പെട്ടത്. ശ്രീബുദ്ധൻ തൻ്റെ ആദ്യ മതപ്രഭാഷണം നടത്തിയത് സാരനാഥിലുള്ള ഡീർ പാർക്കിൽ വെച്ചാണ്. ശ്രീബുദ്ധൻ 35ാമത്തെ വയസ്സിൽ ബീഹാറിലെ ഗയയിലുള്ള ബോധിവൃക്ഷ ചുവട്ടിൽ വെച്ച് ഗൗതമ ബുദ്ധന് ബോധോദയം ഉണ്ടായി. അന്നു മുതൽ അദ്ദേഹം ശ്രീബുദ്ധൻ എന്നറിയപ്പെട്ടു. ആദ്യ മതപ്രഭാഷണം നടത്തിയത് സാരനാഥിലുള്ള ഡീർ പാർക്കിൽ വെച്ചാണ്. ധർമ്മചക്രപ്രവർത്തനം എന്നറിയപ്പെടുന്ന സംഭവം ആദ്യ പ്രഭാഷണം. ഏഷ്യയുടെ പ്രകാശം എന്ന് വിശേഷിപ്പിക്കുന്നത് ശ്രീബുദ്ധനെയാണ്. ഏഷ്യയുടെ പ്രകാശം എന്ന് വിശേഷിപ്പിക്കുന്നത് ശ്രീബുദ്ധനെയാണ്. ശ്രീബുദ്ധനെ ഏഷ്യയുടെ പ്രകാശം എന്ന് വിശേഷിപ്പിച്ചത്
എഡ്വിൻ ആർണോൾഡാണ്. ജാതക കഥകൾ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബുദ്ധൻ പ്രസംഗിച്ച ഭാഷയാണ് പാലി. പാലി ലാംഗ്വേജിലാണ് ബുദ്ധൻ ആശയവിനിമയം നടത്തിയത്, അല്ലെങ്കിൽ പ്രസംഗങ്ങളൊക്കെ നടത്തിയത്. ബുദ്ധമത ഗ്രന്ഥങ്ങൾ ത്രിപീഠികകൾ എന്നാണ് അറിയപ്പെടുന്നത്. ബുദ്ധമത ഗ്രന്ഥങ്ങളെല്ലാം പാലി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ബുദ്ധമത ഗ്രന്ഥങ്ങൾ ത്രിപീഠികകൾ എന്നാണ് അറിയപ്പെടുന്നത്. ബുദ്ധമത ആരാധനാലയം പഗോഡ. ബുദ്ധമത ഗ്രന്ഥങ്ങൾ ത്രിപീഠികകൾ, ബുദ്ധമത ആരാധനാലയം പഗോഡ. ബുദ്ധമതം പിന്നീട് ഹീനയാനം മഹായാനം എന്ന് രണ്ടായിട്ട് തിരിഞ്ഞു. ഹീനയാനം എന്ന് പറഞ്ഞാൽ ചെറിയ വാഹനം എന്നാണ് അർത്ഥം. ബുദ്ധമതം പിന്നീട് ഹീനയാനം എന്നും മഹായാനം എന്നും രണ്ടായിട്ട് തിരിഞ്ഞു. ഹീനയാനം എന്നാൽ ചെറിയ വാഹനം എന്നാണ് അർത്ഥം. മഹായാനം എന്ന വാക്കിൻ്റെ അർത്ഥം വലിയ വാഹനം എന്നാണ്. ഇപ്പോൾ മഹായാനക്കാർ ബുദ്ധനെ ദൈവമായിട്ടാണ് ആരാധിക്കുന്നത്. ഹീനയാനക്കാർ ബുദ്ധനെ ഗുരുവായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഹീനയാന ബുദ്ധമതത്തെയൊക്കെ ഔദ്യോഗികമായി അംഗീകരിച്ച രാജ്യമാണ് ശ്രീലങ്ക. അത് മറക്കരുത്. ഹീനയാന ബുദ്ധമതത്തെ ഔദ്യോഗിക മതമായി അംഗീകരിച്ച രാജ്യം ശ്രീലങ്ക. മഹായാനക്കാർ ബുദ്ധനെ ദൈവമായി ആരാധിക്കുന്നു. ബുദ്ധമതത്തെ ഔദ്യോഗിക മതമായി അംഗീകരിച്ചിരിക്കുന്ന രാജ്യം ശ്രീലങ്ക. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധമത പഗോഡയാണ് ഇന്തോനേഷ്യയിലെ ബോറാബദൂരിൽ. ഇപ്പോൾ ബുദ്ധമത ആരാധനാലയമാണ് പഗോഡ. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധമത പഗോഡയാണ് ഇന്തോനേഷ്യയിലെ ബോറാബദൂരിൽ. ബോധി വൃക്ഷം മുറിച്ച് കളഞ്ഞത് ആരാണ്? ഗൗഡ രാജാവായ ശശാങ്കനാണ് ബോധി വൃക്ഷം മുറിച്ച് കളഞ്ഞത്. ആദ്യത്തെ ബുദ്ധമത സമ്മേളനം നടന്നത് രാജഗൃഹം. നമ്മൾ പറഞ്ഞു, അജാതശത്രുവിൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ ബുദ്ധമത സമ്മേളനം നടന്നത് രാജഗൃഹത്തിൽ വെച്ചിട്ട്. അശോകൻ്റെ രക്ഷാകർതൃത്വത്തിൽ നടന്ന 3ാം കൗൺസിലിന് അധ്യക്ഷത വഹിച്ചത് മൊഗാലി പുട്ടദിസ. അതായത് 3ാമത്തെ ബുദ്ധമത സമ്മേളനം നടന്നത് മൗര്യ രാജാവായ അശോകൻ്റെ രക്ഷാകർതൃത്വത്തിലാണ്. അതിന് അധ്യക്ഷത വഹിച്ചത് മൊഗാലി പുട്ടദിസ. അശോകൻ സ്വീകരിച്ച ബുദ്ധമതം ഹീനയാനം. ബുദ്ധമതത്തെ മൗര്യ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ച ഭരണാധികാരിയാണ് അശോകൻ. ബുദ്ധമതത്തിൻ്റെ കോൺസ്റ്റൻറ്റൈൻ എന്നൊക്കെ അറിയപ്പെടുന്നത് അശോകനാണ്. ഹീനയാന ബുദ്ധമതമാണ് അദ്ദേഹം സ്വീകരിച്ചത്. നമ്മൾ പറഞ്ഞു ശ്രീലങ്കയിൽ ഹീനയാന ബുദ്ധമതമാണ് ഔദ്യോഗിക മതം എന്ന് പറഞ്ഞു. അശോകൻ തൻ്റെ മകനെയും മകളെയും ഒക്കെ ബുദ്ധമത പ്രചാരണത്തിനായിട്ട് ശ്രീലങ്കയിലേക്ക് അയച്ചിരുന്നു. ബുദ്ധമതത്തെ പിന്തുണച്ച കുശാന ഭരണാധികാരിയാണ് കനിഷ്കൻ. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യരാണ്. ആധുനിക ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. ആധുനിക ബുദ്ധൻ ഡോക്ടർ BR അംബേദ്കർ. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യർ. ഇനി നമുക്ക് ജൈനമതത്തെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ നോക്കാം. വർദ്ധമാന മഹാവീരനാണ് ജൈനമത സ്ഥാപകനായി കണക്കാക്കുന്നത്. BC 540 വൈശാലിക്കടുത്ത് കുണ്ടല ഗ്രാമത്തിലാണ് മഹാവീരൻ ജനിച്ചത്. വർദ്ധമാന മഹാവീരൻ ജനിച്ചത്. ജൈനമതത്തിൻ്റെ വക്താക്കൾ തീർത്ഥങ്കരന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. ജൈനമതത്തിൻ്റെ വക്താക്കൾ തീർത്ഥങ്കരന്മാർ എന്നറിയപ്പെടുന്നു. ജൈനമതത്തിൽ 24 തീർത്ഥങ്കരന്മാരാണുള്ളത്. ആദ്യത്തെ തീർത്ഥങ്കരൻ ഋഷഭനാണ്. 23ാമത്തെ തീർത്ഥങ്കരൻ പാർശ്വനാഥൻ. 24ാമത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ. 24 തീർത്ഥങ്കരന്മാരാണ്. ആദ്യ തീർത്ഥങ്കരൻ ഋഷഭൻ, 23ാമത്തെ തീർത്ഥങ്കരൻ പാർശ്വനാഥൻ, 24ാമത്തെ തീർത്ഥങ്കരൻ വർദ്ധമാന മഹാവീരൻ. മഹാവീരൻ്റെ ആദ്യത്തെ ശിഷ്യനാണ് ജമാലി. മഹാവീരൻ്റെ ആദ്യ ശിഷ്യൻ ജമാലി. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി ഇവയാണ് ജൈനമതത്തിലെ ത്രിരത്നങ്ങൾ. ആശയവിനിമയത്തിനായി ജൈനമതം സ്വീകരിച്ച ഭാഷയാണ് പ്രാകൃത ഭാഷ. അപ്പോൾ നമ്മൾ പറഞ്ഞു ബുദ്ധൻ പാലി ലാംഗ്വേജിലാണ് ആശയവിനിമയം നടത്തിയിരുന്നത്.
എന്നാൽ ജൈനമതം ആശയവിനിമയത്തിനായി സ്വീകരിച്ച ഭാഷയാണ് പ്രാകൃത ഭാഷ. മഹാവീരൻ സ്വന്തം ആശയങ്ങൾ പ്രചരിപ്പിച്ചത് അർദ്ധമഗധി ഭാഷയിലായിരുന്നു. ജൈനമത ഗ്രന്ഥങ്ങൾ അങ്കാസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ജൈനമത ഗ്രന്ഥങ്ങൾ അങ്കാസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ജൈനമത ആരാധനാലയം ക്ഷേത്രം. ഇപ്പോൾ നമ്മൾ ബുദ്ധമതത്തിൻ്റെ ആരാധനാലയം പഗോഡയാണെന്ന് പറഞ്ഞു. ജൈനമതത്തിൻ്റെ ആരാധനാലയം ക്ഷേത്രമാണ്. പാടലിപുത്രത്തിൽ വെച്ച് നടന്ന ഒന്നാം ജൈനമത സമ്മേളനത്തിൽ നേതൃത്വം നൽകിയത് സ്ഥൂലഭദ്രൻ. പാടലിപുത്രത്തിൽ വെച്ച് നടന്ന ഒന്നാം ജൈനമത സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് സ്ഥൂലഭദ്രനായിരുന്നു. രണ്ടാം ജൈനമത സമ്മേളനം നടന്നത് ഗുജറാത്തിലെ വല്ലഭിയിലായിരുന്നു. രണ്ടാം ജൈനമത സമ്മേളനം നടന്നത് ഗുജറാത്തിലെ വല്ലഭിയിൽ. തെക്കേ ഇന്ത്യയിൽ ജൈനമതം പ്രചരിപ്പിച്ചത് ഭദ്രബാഹു ആണ്. തെക്കേ ഇന്ത്യയിൽ ജൈനമതം പ്രചരിപ്പിച്ചത് ഭദ്രബാഹു. ഇപ്പോൾ ജൈന കാശി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ശ്രവണബൽഗോള. മഹാവീരൻ്റെ മരണശേഷം ജൈനമതം രണ്ടായിട്ട് പിളർന്നു, ശ്വേതംബരന്മാരും ദിഗംബരന്മാരും. മഹാവീരൻ്റെ മരണശേഷം ജൈനമതം രണ്ടായിട്ട് തിരിഞ്ഞു, ശ്വേതംബരന്മാരും ദിഗംബരന്മാരും. ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സൊക്കെ ഒരു നോട്ട്ബുക്കിൽ കുറിച്ച് വെച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. അടുത്ത ടോപ്പിക്കുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബായ്.